പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറഞ്ഞത് 29ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇസ്ലാമാബാദിനെതിരെ നിർണായകമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ, അതായത് AIMIM എന്നൊക്കെ കുറെ ഇൻഷലൊക്കെ ഉണ്ടല്ലോ, ലോക നേതാവ് MP അസദുദ്ദീൻ ഒവൈസി കേന്ദ്രത്തോട് പറയും. നേരം വെളുത്തെന്ന് തോന്നുന്നു. ഇതുവരെ പാകിസ്ഥാനെ ജയ് വിളിച്ചുകൊണ്ട് നടന്നതാ. ഇപ്പോഴെങ്കിലും രാജ്യത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. ഒരു മനുഷ്യനെ എപ്പോൾ വേണമെങ്കിലും പുനർവിചിന്തനം ഉണ്ടാകാമല്ലോ. ശരി, അയൽ രാജ്യത്തിനെതിരെ അതിർത്തി കടന്നിട്ടുള്ള ആക്രമണങ്ങൾക്കപ്പുറം കേന്ദ്രം കൂടുതൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം പാർലമെന്റിൽ ഇതിനോടകം പാസാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത്തവണ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് അവരുടെ വീട്ടിൽ കയറി ചെയ്യുക എന്നതായിരിക്കണം. അതാണ് സംഭവിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 26/11 പുൽവാമ, പത്താൻകോട്ട്, ഉറി, റിയാസി എന്നിവ ഉൾപ്പെടെ മുൻകാലങ്ങളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഭീകരത തുടച്ചു നീക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അകത്തു നിന്ന് തന്നെയാണ് പാകിസ്ഥാൻ രൂക്ഷമായ രൂപത്തിൽ പണിവരുന്നത്. പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയെ കാര്യമായിട്ടുള്ള മുതലെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പുതിയ തീരുമാനം. ഇന്ത്യയുമായി പോർവിളികൾ തുടങ്ങിയതിനു ശേഷം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ മേഖലയിൽ നിരവധി ആക്രമണങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പാകിസ്ഥാൻ സൈനികരും ഒരു ISI ഏജന്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ-ഇ-തൊയ്ബ തലവനായ ഹഫീസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ കുറച്ചുകൂടി ശക്തമാക്കി. എത്ര വലിയ സുരക്ഷയുണ്ടെങ്കിലും ശരി, ഇന്ത്യൻ റോ നിഴല് പോലെ പിന്നാലെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നവർക്കറിയാം. അടുത്തു നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ചിലപ്പോൾ NIA ഉദ്യോഗസ്ഥനാണോ എന്നാണ് ഇവർക്ക് പേടി. ലാഹോറിലെ ഇയാളുടെ വസതി നിരീക്ഷിക്കാൻ സൈന്യം പ്രത്യേകമായിട്ടുള്ള ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം, ISI, ലഷ്കർ-ഇ-തൊയ്ബ എന്നീ സംഘടനകളുടെ സംയുക്തമായ നിരീക്ഷണ വലയത്തിലാണ് ഹഫീസ് ഇത് കഴിയുന്നത്. ഭീകരർ താമസിക്കുന്നതിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ ഉയർന്ന രൂപത്തിലുള്ള റെസല്യൂഷനിലുള്ള CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22 6 പേരുടെ മരണത്തിനിടയാക്കിയ ഏപ്രിൽ 22 29 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹഫീസ് സയ്യിദ്. ഇയാൾ ലഷ്കർ-ഇ-തൊയ്ബയുടെ തലവനാണ്. ആക്രമണത്തിന് ശേഷം ലാഹോറിലെ ജനവാസ മേഖലയായ ജൗഹർ ടൗണിലുള്ള ഹഫീസ് സയ്യിദിന്റെ വീടിന് 4 മടങ്ങ് സുരക്ഷയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടത്തി അവരെ കൊന്ന് ഇവരെ കൊന്ന് അവിടെ പൊട്ടിച്ച് ഇവിടെ പൊട്ടിച്ച് ഇവർക്ക് സമാധാനം ഉണ്ടോ ജീവിതത്തിൽ? ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കെട്ടിടത്തിന് സമീപം പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുവാദമില്ല. കൂടാതെ ഈ പ്രദേശത്ത് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. TRF ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഹഫീസ് ഇതിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിഗമനം. ഐക്യരാഷ്ട്രസഭയും US-ഉം ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹഫീസ് ഇതിനെ പിടികൂടുന്നവർക്ക് $10 മില്യൺ US പാരിതോഷികം US-ന്റെ പ്രഖ്യാപനത്തിലുള്ളത്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിൽ ഹഫീസ് ഇത് ലാഹോറിൽ താമസിക്കുന്നത്. 2021 ഹഫീസ് ഇതിന്റെ വീടിനടുത്ത് ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നു. അതിനെ തുടർന്ന് ഈ പ്രദേശത്തെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ 3 പേര് കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മാസമാണ് ഹഫീസ് സയ്യിദിന്റെ അടുത്ത സഹായിയായ അബൂ ഖത്തലിന്റെ കൊലപാതകത്തെ തുടർന്ന് സൈന്യം ഭീകരന്റെ സുരക്ഷ കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചത്. അതിനിടയിൽ അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ വർദ്ധിക്കുകയാണ്. ഈ മേഖലയിൽ പാകിസ്ഥാൻ പലതവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. ഈ വാർത്തയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ കൃത്യമായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ പാകിസ്ഥാൻ. ഇപ്പൊ ഭൂചലനവും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ. സ്വന്തം ശേഷി മനസ്സിലാക്കാതെ ഇന്ത്യയുമായി മുട്ടാൻ നിൽക്കുന്ന പാകിസ്ഥാൻ നിലമറന്ന് സ്വന്തം രാജ്യത്തെ തന്നെയാണ് ബലി കൊടുക്കുന്നത്. അതിർത്തിയിൽ നിയമങ്ങൾ ലംഘിച്ച് വെടിവെപ്പുകൾ തുടരുന്ന പാകിസ്ഥാൻ ഏതറ്റം വരെ പോകുമെന്ന് നോക്കി നിൽക്കുകയാണ് ഇന്ത്യ. അതിന് കടന്നൊരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് അതിന്റെ മറുപടി ഉടൻ തന്നെ കിട്ടും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അത് പാകിസ്ഥാനും അറിയാം. അത്തരത്തിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യങ്ങൾക്ക് പ്രഖ്യാപനം കൊടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു ദുരന്തം കൂടി പാകിസ്ഥാനെ തേടിയെത്തുകയാണ്. റിക്ടർ സ്കെയിലില് 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. ബുധനാഴ്ച 21.58
പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഭൂകമ്പം 21:58 റിപ്പോർട്ട് ചെയ്തത്. ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണിത്. എന്തായിരുന്നാലും ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. ഖൈബർ പഷ്തൂൺഖയിലെ സ്വാദിലും സമീപ പ്രദേശങ്ങളിലും ഞായറാഴ്ച 4.4 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. പ്രദേശമാകെ ഭൂചലനം അനുഭവപ്പെട്ടതിന് 2 ദിവസത്തിന് ശേഷമാണ് ഈ സംഭവ വികാസം അറേബ്യൻ, യൂറോ ഏഷ്യൻ, ഇന്ത്യൻ എന്നീ 3 പ്രധാനപ്പെട്ട ടെക്ടോണിക് പ്ലേറ്റുകളിലാണ് റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് ജിയോളജിക്കൽ എഞ്ചിനീയറിംഗ് മുഹമ്മദ് റെഹാനാണ് പറയുന്നത്. അതായത് യൂറോ ഏഷ്യൻ, ഇന്ത്യൻ, അറേബ്യൻ, യൂറോ ഏഷ്യൻ, ഇന്ത്യൻ ഈ 3 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജ്യത്തിനകത്ത് 5 ഭൂകമ്പ മേഖലകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഞായറാഴ്ചയുണ്ടായ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സ്വാത്തിലും സമീപ പ്രദേശങ്ങളിലും 185 കിലോമീറ്റർ താഴ്ചയിലും ഹിന്ദുകുഷിലാണ് പ്രഭവ കേന്ദ്രം എന്ന നിലയിലും പ്രകമ്പനം സൃഷ്ടിച്ചത് എന്നാണ് ദേശീയ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തെ ഉദ്ധരിച്ച് സ്വകാര്യ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭൂകമ്പം റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ ആളുകൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നത് കണ്ടു. എന്നാലും സ്വാദിന്റെ ഒരു ഭാഗത്ത് നിന്ന് ജീവഹാനിയോ സ്വത്തോ നഷ്ടപ്പെട്ടതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഏപ്രിൽ 12 നേരത്തെ ശനിയാഴ്ച പാകിസ്ഥാനിലെ റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രസ്താവനയിൽ പറഞ്ഞു. അതായത് 4 ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി തകർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ രൂപത്തിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പ്രവിശ്യകളില്, ദക്ഷിണേഷ്യയിലെ ഇന്ത്യൻ പ്ലേറ്റില് അതിന്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് 2 ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്നത് കൊണ്ട് ഈ പ്രദേശം ശക്തമായിട്ടുള്ള ഭൂകമ്പങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. പാകിസ്ഥാനെ ഭൂപ്രകൃതി പോലും പാഠം പഠിപ്പിച്ചു തുടങ്ങി. ഫെഡറൽ ഫ്ലഡ് കമ്മീഷന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാൻ അതിന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ 28 സൂപ്പർ നദീതീര വെള്ളപ്പൊക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ സൂപ്പർ വെള്ളപ്പൊക്കം 1950 അതിനെ തുടർന്ന് 1955, 56, 57, 59, 1973, 75, 76, 77, 78, 1981, 83, 84, 88, 1992, 1994, 95, അതിനെ തുടർന്ന് 2010 എല്ലാ വർഷവും ഇതേ രൂപത്തിൽ ഭൂകമ്പമുണ്ടായി. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും ഇത് കണ്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ചരിത്രമാണ് പ്രവിശ്യയിലുള്ളതെങ്കിലും സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിൽ വന്ന സർക്കാരുകൾ ഈ ആവർത്തിച്ചുള്ള പ്രതിഭാസത്തോട് വേണ്ടത്ര രൂപത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല. മുൻകരുതലുകളോടുകൂടി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഈ പശ്ചാത്തലത്തിൽ 2 രാജ്യങ്ങളും സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ അത് പൊതുവെ ദുർബലമായിട്ടുള്ള പാകിസ്ഥാനെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിക്കുന്നു. അത് അങ്ങോട്ടടിക്കുന്ന ഇന്ത്യയല്ല ചിന്തിക്കേണ്ടിയിരുന്നത്, പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ അത് ചിന്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ദുരന്തം പാകിസ്ഥാൻ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ കരുത്തെന്താണ്, എതിർ രാജ്യത്തിന്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണമായിരുന്നു. അത് ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ സാധിക്കാതെ പോയ പാകിസ്ഥാൻ 4 പാട് നിന്നും തകർച്ചയുടെ, പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി.